കാസർഗോഡ് പെരിയാക്കല്യോട്ട് വെട്ടേറ്റ് മരിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾക്കായി കാസർഗോഡ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ധനസഹായ നിധിയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ 42 കേന്ദ്രങ്ങളിൽ UDF നേതാക്കളുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ചു. കാസർഗോഡ് ടൗണിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇരു നേതാക്കളുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സഹായനിധിക്കായുള്ള പണം സ്വരൂപിച്ചു. CPMന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന് കേരളം എതിരാണെന്നതിന്റെ തെളിവാണ് സഹായനിധിക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബിഗ് 40 ന്യൂസിനോട് പറഞ്ഞു. ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി പാവപ്പെട്ടവർ, തൊഴിലാളികളെ, വഴിയാത്രക്കാരെ എല്ലാവരും ഫണ്ട് തരികയാണ്. ഈ CPMന്റെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ കേരളം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെ ആവേശകരമാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ 42 കേന്ദ്രങ്ങളിലാണ് ഈ ഫണ്ട് പിരിവ്. വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ, സെക്രട്ടറി A അബ്ദുറഹ്മാൻ, KPCC സെക്രട്ടറിമാരായ സജീവ് ജോസഫ്, K നീലകണ്ഠൻ, A ഗോവിന്ദൻ നായർ, DCC ജനറൽ സെക്രട്ടറി കരുണൻ താപ്പ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ബിഗ് 14. ഐവ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്രൈഡൽ സെയിൽസ്. മാർച്ച് 31 മുൻപ് ഐവ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, ആനുകൂല്യങ്ങൾ നേടൂ. 15,000 രൂപയുടെ പർച്ചേസിന് 15%, 25,000 രൂപയുടെ പർച്ചേസിന് 20% ഡിസ്കൗണ്ടുകൾ. ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ ഐവ സിൽക്സിൽ നിന്നും. ഐവ സിൽക്സ്, കല്ലുവളപ്പിൽ ബിൽഡിംഗ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.